ഞാൻ ഏതാണ്ട് ഒരു 30ഓളം പ്രൊഡ്യൂസേഴ്സിനെ മീറ്റ് കാണുകയും സംസാരിക്കുകയും ചെയ്തിരുന്നു ഈ സിനിമ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു പ്രൊഡ്യൂസർ ഇത് വളരെ നല്ല സ്ക്രിപ്റ്റാണ്, ഇത് വളരെ നന്നായിട്ട് അൻരാജ് എടുക്കുകയും ചെയ്യും, പക്ഷേ തിയേറ്ററിൽ ഓടില്ല എന്ന തരത്തിലന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല തിരക്കഥ, നന്നായി സംവിധായകൻ ചെയ്യും, ടോവിനോ തോമസ് അഭിനയിക്കുന്നു, എന്നാലും ഓടില്ല. അയാൾ ഇന്നലെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ തിയേറ്ററിൽ ഇരുന്നിട്ട് എനിക്ക് എഴുന്നേക്കാൻ പറ്റിയില്ല അൻരാജ്, ഞാൻ പുള്ളി ട്രിവാൻഡ്രത്താണ് കണ്ടേ, എനിക്കൊന്ന് വന്ന് കെട്ടിപ്പിടിക്കാൻ പറ്റുമോ എന്നാണ്. ഇത് ഞാൻ എക്സാജറേറ്റ് ചെയ്ത് പറയുന്നല്ല, കല പ്രതികാരം ചെയ്യുന്നത് അങ്ങനെയാണ്, ആർട്ട്. ഇങ്ങോട്ട് വരുന്ന തൊട്ട് മുന്നേ തിരക്കഥാകൃത്ത് ബാബു ജനാർദ്ദനൻ, ബാബുചേട്ടൻ പുള്ളി ഇത്തരം പല അറ്റംപ്റ്റുകൾ നടത്തിയിട്ടുള്ള വാസ്തവത്തിൽ തന്നെ മുത്തങ്ങ ഉണ്ടല്ലോ, വാസ്തവത്തിൽ പൃഥ്വിരാജിന്റെ ക്യാരക്ടറിന്റെ മാനിപ്പുലേഷൻസ് ആണ് മുത്തങ്ങ നടക്കാൻ കാരണം എന്ന തരത്തിൽ ഒരു പൊളിറ്റിക്കൽ റീഡിംഗ് സിനിമയിലുണ്ട്. തലപ്പാവിൽ നക്സൽ വർഗീസ് പുള്ളി പറഞ്ഞത് അന്ന് ഞങ്ങൾ ഈ സിനിമകളൊക്കെ നടത്തിയപ്പോൾ തിയേറ്ററിൽ അത്ര വിജയിക്കാതെ വന്നപ്പോൾ ഉണ്ടായ നിരാശകൾ ഉണ്ടായിരുന്നു. പക്ഷെ ഇത് ഈ പടം ഫുൾ ഹൗസിൽ കണ്ട് ആളുകൾ കരയുന്നത് ഭയങ്കര സന്തോഷം തോന്നിയെന്ന് പറഞ്ഞു. അതാണ് നമ്മുടെ ഇവിടുത്തെ ഒരു പാരലൽ സിനിമന്റെ ഡോക്യുമെന്ററികളുടെ ഒക്കെ ഒരു ചരിത്രം ഉണ്ടല്ലോ. ഇങ്ങനെ പറയാൻ ശ്രമിച്ച് പരാജയപ്പെട്ട സാമ്പത്തികമായിട്ടും അവരുടെ എഫേർട്ടൊക്കെ ചെയ്ത് മടുത്തിട്ടും ഒക്കെ പോയിട്ടുള്ള ഒരു തലമുറയുണ്ട്. പറയാൻ ശ്രമിച്ചു ടെലിവിഷനിലാണെങ്കിലും ഒക്കെ ചെയ്തിട്ടുള്ള. അതിൽ നിന്ന് ഒരു അടുത്ത ഒരു ക്വാണ്ടം ജമ്പ് നടത്തുകയാണ് നിങ്ങൾ ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞാലോ? അസുഖമുണ്ട്. അല്ല, ഇത് ഈ സെറ്റിങ്സ് ശരിയല്ല എന്ന് വെച്ചാൽ ഇത് ആരോട് പറഞ്ഞ് മനസ്സിലാക്കും. ഈ ഇടയ്ക്ക് നമുക്ക് നല്ല മാറ്റം ഉണ്ടായിരുന്നു സിനിമയ്ക്ക്, വീണ്ടും ടെംപ്ലേറ്റ് സ്വഭാവത്തിലേക്ക് സിനിമയെ കൊണ്ടുപോകണം. അത് മോശം നല്ല പറഞ്ഞു. തിയേറ്ററിൽ ആൾ വരണം, ഇതൊരു ജനകീയ കലയാണ്, അതിന് ചുറ്റുപറ്റി ഒരുപാട് ആൾക്കാർ ജീവിക്കുന്നുണ്ട്. തിയേറ്ററിൽ ആൾ വരുന്നതനുസരിച്ച് അതിൻ്റെ ചുറ്റുമുള്ള ആ വ്യാവസായിക അടിസ്ഥാനത്തിൽ അതിൻ്റെ പരിപാടിയൊക്കെ ഡെവലപ്പ് ആകും. എന്നാൽ പോലും ഒരു സിനിമയെ മുൻനിർത്തി ആ സിനിമ പോലെ തന്നെ മറ്റു സിനിമകളെ വരുത്തണം, ഇത് വേറെ സിനിമയാണ്, ഇതിൽ കൊമേഴ്ഷ്യൽ പാട്ടില്ല, ഇതിൽ ഫൈറ്റ് ഇല്ല എന്ന തരത്തിലേക്ക് ഇതിനെ മാറ്റുന്നത് ഭയങ്കര നിരാശ നമ്മൾ സ്വയം ഡിസ്കസ് ചെയ്ത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്യാന്നല്ലാതെ, മാത്രമല്ല ഓഡിയൻസിന്റെ ടേസ്റ്റിനെ അത് ബാധിക്കുന്നത്. നമ്മൾ എന്ത് കൊടുക്കുന്നു ആ റിപ്പീറ്റ് ചെയ്ത് കൊടുക്കുന്നു, ചിലപ്പോൾ അതിന് തന്നെ ആയിട്ട് കാത്തിരിക്കുന്ന ഓഡിയൻസും ഉണ്ട്, അല്ലാത്തതും ഉണ്ട്. അപ്പൊ അത് എന്താ ചെയ്യാ? ഇല്ല അത് തിരുത്താൻ പറ്റും. തിരുത്താനുള്ള ശ്രമത്തിന്റെ ഭാഗം കൂടിയാണ് ഈ സിനിമ.